World and PSC പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് പിഎസ്സിയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ എന്ന എക്സാം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരും ഹാൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ 6-ാം തീയതിക്ക് മുൻപ് വരെ ഡൗൺലോഡ് ചെയ്ത ഹാൾ ടിക്കറ്റ് ആണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. 6-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ജനറേറ്റ് ചെയ്ത ഹാൾ ടിക്കറ്റ് കൊണ്ട് മാത്രമാണ് വരുന്ന എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ പുതിയ പുതിയ PSC നോട്ടിഫിക്കേഷൻസും റിസൾട്ട്സും എല്ലാം നിങ്ങൾക്ക് ഞങ്ങളുടെ ജികെ വേൾഡ് ആൻഡ് PSC എന്ന FB പേജിലൂടെ ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഡെയിലി നിങ്ങൾക്ക് ഒട്ടനേകം ചോദ്യോത്തരങ്ങളും ഞങ്ങളുടെ FB പേജ് വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ FB പേജിൽ ലൈക്ക് ചെയ്യുക. FB പേജിന്റെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസും എല്ലാം ഞങ്ങളുടെ കമന്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കമ്പയർ ചെയ്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ഈ ഒരു മെത്തേഡ് സഹായിക്കും. അപ്പോൾ മറക്കേണ്ട ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ലാർജസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഏറ്റവും വലിയ ജില്ല പാലക്കാട്, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അതിന്റെ നീളം വരുന്നത് 244 കിലോമീറ്റർ. ഇറ്റ്സ് അറൌണ്ട് 244 കിലോമീറ്റർ ആണ് പെരിയാർ നദിയുടെ നീളം വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ, 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, രണ്ടാമത്തത് ഭാരതപ്പുഴ. അപ്പോൾ ഏറ്റവും ചെറിയ നദി ഏതായിരിക്കും? ഷോർട്ടസ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ നീളം വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ലാർജസ്റ്റ് താലൂക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏറനാടാണ്. ഏറനാട് which is in മലപ്പുറം ഡിസ്ട്രിക്ട്. മലപ്പുറം ജില്ലയിലെ ഏറനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? സ്മോളസ്റ്റ് താലൂക്ക് ഇൻ കേരള ഈസ് കുന്നത്തൂർ. കുന്നത്തൂർ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്. ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാവിംഗ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത്? മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് which is having the largest number of ഗ്രാമപഞ്ചായത്ത് in കേരള. Okay, the largest ഗ്രാമപഞ്ചായത്ത് in കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടുക്കി ജില്ലയിലെ കുമളി. ഇടുക്കി ജില്ലയിലെ കുമളിയാണ് ലാർജസ്റ്റ് ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള. The smallest ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ വളപട്ടണമാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ് the smallest ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള. അപ്പോൾ the largest ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള കുമളിയിലെ ഇടുക്കി ജില്ലയിലെ കുമളിയാണ്. സ്മോളസ്റ്റ് ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ്. ഓക്കെ, the largest lake in കേരള. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ലേക്ക് ഇൻ കേരള. ഓക്കെ, ഇനി the largest fresh water lake in കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ശാസ്താംകോട്ട. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കേരള. It's in കൊല്ലം ഡിസ്ട്രിക്ട്. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ കാണപ്പെടുന്നത്.
ലാർജസ്റ്റ് റിസർവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ റിസർവർ ആണ് ചോദിച്ചിരിക്കുന്നത്. മലമ്പുഴ ഡാമാണ് കേരളത്തിലെ ലാർജസ്റ്റ് റിസർവർ. മലമ്പുഴ ഡാം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് കാണപ്പെടുന്നത്. ബിഗ്ഗസ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കല്ലട. കല്ലടയാണ് ബിഗ്ഗസ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട് ഇൻ കേരള. ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥാപിതമായിരിക്കുന്നത്. Then moving on to the next question. Highest peak in Kerala. കേരളത്തിലെ ഏറ്റവും വലിയ പീക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീക്ക്. ഇത് കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ് ഹൈയസ്റ്റ് പീക്ക് ഇൻ കേരള. ലാർജസ്റ്റ് വാട്ടർഫാൾ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അതിരപ്പള്ളി. അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ. അപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ബിഗ്ഗസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. ലാർജസ്റ്റ് ഫോർട്ട് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബേക്കൽ ഫോർട്ട്. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാർജസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലാർജസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ലാർജസ്റ്റ് IT എംപ്ലോയർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ IT എംപ്ലോയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ടെക്നോ പാർക്കാണ്, തിരുവനന്തപുരം ജില്ല. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കാണ് ലാർജസ്റ്റ് IT എംപ്ലോയർ ഇൻ കേരള. ലോങ്സ്റ്റ് ഹൈവേ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം NH17 ആണ്. NH17 ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ. 421 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. ലോങ്സ്റ്റ് റെയിൽ ബ്രിഡ്ജ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ ബ്രിഡ്ജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ വരുന്നത് അത് കേരളത്തിലാണ്. ഉത്തരം വല്ലാർപാടം റെയിൽവേ ലിങ്ക് കൊച്ചി. എറണാകുളം ജില്ലയിലെ വല്ലാർപാടം റെയിൽവേ ലിങ്ക് കൊച്ചിയാണ് ഏറ്റവും നീളം കൂടിയ റെയിൽവേ ബ്രിഡ്ജ് ഇൻ കേരള. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് നീങ്ങുമ്പോൾ പറയുന്നത് ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്, കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാടാണ്. ഈ ചോദ്യം ശ്രദ്ധിക്കണം. ജില്ല ചോദിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല പാലക്കാടും. ഹോട്ടസ്റ്റ് പ്ലേസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലം ചോദിക്കുവാണെങ്കിൽ പുനലൂരും ചിറ്റൂരുമാണ്. പുനലൂർ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. ക്ഷമിക്കാം, പുനലൂർ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, ചിറ്റൂർ വരുന്നത് പാലക്കാട് ജില്ലയിലുമാണ്. ലീസ്റ്റ് ഹോട്ടസ്റ്റ് ഡിസ്ട്രിക്ട്. കേരളത്തിലെ ചൂട് കുറവുള്ള ഡിസ്ട്രിക്ട് വരുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കുറവുള്ള ജില്ല. ലീസ്റ്റ് ഹോട്ട് പ്ലേസ്. കേരളത്തിലെ ചൂട് കുറവുള്ള സ്ഥലം ഏതാണ്? മൂന്നാറാണ്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ജില്ല വരുന്നത് ഇടുക്കി ജില്ലയാണ്. ലീസ്റ്റ് ഹോട്ട് പ്ലേസ് വരുന്നത് മൂന്നാറാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറാണ് ഏറ്റവും ചൂട് കുറവുള്ള സ്ഥലം. ആവറേജ് റെയിൻഫോൾ ഓഫ് കേരള. കേരളത്തിലെ ശരാശരി മഴ ചോദിക്കുന്നത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 300 സെന്റിമീറ്റർ ആണ്. 300 സെന്റിമീറ്റർ ആണ് ആവറേജ് റെയിൻഫോൾ ഓഫ് കേരള. Month which receives most rainfall in Kerala. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ജൂലൈ ആണ്. നമുക്ക് ജൂലൈ മാസത്തിലാണ് സ്കൂളൊക്കെ തുറക്കുന്നത്. ആ സമയത്ത് നല്ല മഴയുള്ള ടൈമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് കേരളത്തിന് ജൂലൈ. Month which receives lowest rainfall. കേരളത്തില് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ജനുവരി. ജനുവരി മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മഴ ലഭിക്കുന്ന സമയം.
District having largest rainfall in Kerala. കേരളത്തിലെ ഏത് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയാണ് which is having largest rainfall in Kerala. Okay, district having lowest rainfall in Kerala. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല. ഓക്കെ, നേരിമംഗലം in Ernakulam receives highest rainfall in Kerala. സത്യം പറഞ്ഞാൽ നേരിമംഗലം ഇടുക്കി ജില്ലയിലാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ സ്റ്റാർട്ടിംഗ് ആണ് നേരിമംഗലം. അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലമുണ്ട്, നേരിമംഗലം പാലം. അതിലൂടെ ഒഴുകുന്ന പുഴയാണ് പെരിയാർ പുഴ. ഓക്കെ, അപ്പോൾ നേരിമംഗലത്താണ് ഏറ്റവും ഹയസ്റ്റ് റെയിൻഫോൾ ലഭിക്കുന്ന കേരളത്തിലെ സ്ഥലം. ഏറ്റവും ജില്ല വരുന്നത് കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം കേരളത്തിലെ നേരിമംഗലമാണ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്തതിനെ അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ FB പേജ് വഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. മറക്കണ്ട, FB പേജ് ലൈക്ക് ചെയ്യുക. ഒരുപാട് ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നാളെ വരുന്നതാണ്. ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.